വെൽക്കം ടു യശോധേജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡേ 7 ടൈം ടേബിളിലാണ് പോകുന്നത്. ബയോളജി ക്ലാസ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം കെമിസ്ട്രിയിലെ തെർമോഡൈനമിക്സ് എന്ന് പറയുന്ന ഭാഗം. തെർമോഡൈനമിക്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താണ്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, സിസ്റ്റം എന്താണ്, യൂണിവേഴ്സ് എന്താണ്, പിന്നെ സ്റ്റേറ്റ് ഫംഗ്ഷനും അതുപോലെ പാത്ത് ഫംഗ്ഷനും ഒക്കെ പഠിച്ചു നിർത്തി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ എൻതാൽപ്പിയിലോട്ടൊക്കെ പോവുകയാണ്. സോ ആദ്യം നമുക്ക് വർക്കിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, വർക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. ഒരു പിസ്റ്റണിലോട്ട് ഗ്യാസിന് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തിട്ട് എന്താണ് അമർത്തുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് PSC ക്വസ്റ്റ്യൻ എന്താണ് വേണ്ടത്, അത് മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ഇവിടെ ഒരു ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതാദ്യം നോക്കാം കേട്ടോ. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്യൂം വേർ P external is equal to 0 is called free expansion. എന്താണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ പ്രഷർ 0 ആയിരിക്കും, പ്ലസ് എന്താണ് വാക്യൂത്തിനകത്തെ ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ, അതിനെയാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? നോ വർക്ക്. എന്താണ്? നോ വർക്ക് ഈസ് ഡൺ ഡ്യൂറിങ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഫ്രീ എക്സ്പാൻഷൻ ടൈമിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. വെദർ ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ. ഓക്കെ, സോ ഫ്രീ എക്സ്പാൻഷൻ എന്താണ് നമ്മൾ നോക്കി. ഒരു ഗ്യാസിൻ്റെ വാക്യൂത്തിലുള്ള ഒരു ഗ്യാസിൻ്റെ എക്സ്പാൻഷനാണ് ഫ്രീ എക്സ്പാൻഷൻ. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോ വർക്ക് ഈസ് ഡൺ. ഈ ഫ്രീ എക്സ്പാൻഷൻ ടൈമിൽ ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ അത് റിവേഴ്സിബിൾ പ്രോസസ്സ് ആയാലും ശരി, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയാലും ശരി, വർക്ക് ഡൺ വിൽ ബി എന്താണ്? 0. നോ വർക്ക് ഈസ് ഡൺ. പിന്നെ ഇവിടുത്തെ ഇക്വേഷൻസ് ഐസോതെർമൽ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ കണ്ടീഷനെയാണ് നമ്മൾ ഐസോതെർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അതുപോലെ ഫ്രീ എക്സ്പാൻഷനും ഐസോതെർമലും വെച്ചിട്ട് നമ്മുടെ ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ കുറച്ച് റിലേഷൻസ് നോക്കാം. ആദ്യം നോക്കിയാൽ ഫോർ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഫോർ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ടു വാക്യൂം W ഈസ് ഈക്വൽ ടു 0. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഓരോ ടേംസുകളും. ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷനിൽ W വർക്ക് ഡൺ 0യും പിന്നെ 0 ആയിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്? എക്സ്റ്റേണൽ പ്രഷർ 0 ആയതുകൊണ്ട്. അടുത്ത ജൂൾ ഡിറ്റർമൈൻഡ് എക്സ്പെരിമെൻ്റലി ദാറ്റ് Q ഈസ് ഈക്വൽ ടു 0. പിന്നെ therefore ഡെൽറ്റ U ഈസ് ഈക്വൽ ടു 0. ഇവിടെ Q എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതുകൊണ്ട് തന്നെ U എന്ന് പറയുന്നത് നമ്മൾ Q പ്ലസ് W എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. സോ ഡെൽറ്റ യുവും 0 ആയിരിക്കും. ഇനി ഡെൽറ്റ U ഈസ് ഈക്വൽ ടു Q പ്ലസ് W can be expressed for isothermal irreversible and reversible changes as follows. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ U ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. ഇതൊരു ഐസോതെർമൽ ഇറിവേഴ്സിബിൾ അതുപോലെ തന്നെ റിവേഴ്സിബിൾ കണ്ടീഷനിൽ എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം നോക്കാം. ആദ്യത്തേത് ഫോർ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണെങ്കിൽ Q is equal to minus W. Okay, Q is equal to minus W, which is equal to എന്താണ്? പ്രഷർ എക്സ്റ്റേണൽ ഇൻറ്റു വോളിയം ഫൈനൽ മൈനസ് വോളിയം ഇനീഷ്യൽ. ഓക്കെ, ഇനീഷ്യൽ വോളിയം മൈനസ് ഫൈനൽ വോളിയം, ദാറ്റ് മീൻസ് ഡെൽറ്റ വി അല്ലേ. സോ നമുക്ക് പറയാം P എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി ആണ്, P ഡെൽറ്റ വി ആണ് Q എന്ന് പറയാം. എപ്പോൾ? ഫോർ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ചിന്. അടുത്തത് ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച്. ഓക്കെ, ആദ്യത്തേത് ഇറിവേഴ്സിബിൾ, തിരിച്ച് എന്താണ്? സ്റ്റേറ്റ് തിരിച്ച് നടക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ റിവേഴ്സിബിൾ ആണ്, അങ്ങോട്ടും നടക്കാം റിയാക്ഷൻ, തിരിച്ചും നടക്കാം. സോ അങ്ങനത്തെ ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ചസിലാണെങ്കിൽ Q എന്ന് പറയുന്നത് ഹീറ്റ് എനർജി വിൽ ബി എന്താണ്? -W, വിച്ച് ഇസ് ഈക്വൽ ടു പുതിയൊരു ഫോർമുല പഠിച്ചു വെച്ചോ, NRT നാച്ചുറൽ ലോഗ് VF ബൈ VI. അതിനൊന്നും കൂടി ആറിൻ്റെയൊക്കെ വാല്യൂ കൊടുത്തിട്ട് എന്താണ് ഇതിനെ നമ്മൾ ലോഗിലോട്ട് മാറ്റുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 2.303 NRT ലോഗ് VF ബൈ VI.
എന്താണ് ക്യൂവിൻ്റെ വാല്യൂ. ഓക്കെ, സോ നമ്മൾ ക്യൂവിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു വി എഫ് മൈനസ് വി ഐ എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു ആണ്. അടുത്ത ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ചസിലാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ് 2.303 NRT ലോഗ് വി എഫ് ബൈ വി ഐ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ഇനി അഡയബാറ്റിക് ചേഞ്ച് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഹീറ്റ് എനർജി വിൽ ബി 0 അല്ലേ. അപ്പോൾ ഡെൽറ്റ യു വിൽ ബി വർക്ക് അഡയബാറ്റിക്. ദാറ്റ് മീൻസ് യു ഈസ് ഈക്വൽ ടു നമ്മൾ ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. സോ അഡയബാറ്റിക് എന്ന് പറയുമ്പോൾ ക്യൂ വിൽ ബി 0. സോ 0 പ്ലസ് ഡബ്ല്യു ദാറ്റ് മീൻസ് യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു വർക്ക് മാത്രമായിരിക്കും അത് അഡയബാറ്റിക്കിൽ. ഇപ്പോൾ ഈ പഠിച്ച ഇത്രയും റിലേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, ചെയ്ത് നോക്കിയാൽ മതി. PDF നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ടെലഗ്രാം ചാനൽ യശോദ എജു പ്ലാറ്റ്ഫോമിൽ ലിങ്ക് എല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി അടുത്തൊരു സ്റ്റേറ്റ് ഫംഗ്ഷനിലോട്ട് പോവാം. എൻതാൽപ്പി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണ്? Hനെയാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്, എൻതാൽപ്പി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്കിനി നോക്കാനുള്ളത് 1-2 പോയിന്റ്സ് ഇടയിൽ വരും. ജസ്റ്റ് നോക്കാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യു പി മൈനസ് പി ഡെൽറ്റ വി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ where Qp is heat absorbed by the system and minus P delta V represent expansion work done by the system. Okay, അതായത് നമ്മൾ U is equal to നേരത്തെ എന്താണ് നമുക്കറിയാം യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോഴത്തേക്കും നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോൾ ഹീറ്റ് എനർജീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യൂ പി എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ക്യൂ പി എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ എന്താണ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആൻഡ് മൈനസ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത് വർക്കിനെയാണ് കാണിക്കുന്നത്. എന്താണ്? എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, സോ ഇങ്ങനത്തെ എന്താണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കണ്ടീഷൻസ് പറയുമ്പോൾ ഇക്വേഷൻസ് മോഡിഫൈ ആവുന്നതാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വി ക്യാൻ റൈറ്റ് കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാം. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഈ ഒരു റിലേഷൻ ഓർത്ത് വയ്ക്കുക. ഇത് ഇങ്ങനത്തെ റിലേഷൻസ് സെപ്പറേറ്റ് എഴുതി തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്തുകൊണ്ടെന്നാൽ ഒന്ന് നമുക്ക് എന്താണ് പ്രോബ്ലമായിട്ട് വരാം. പക്ഷേ പ്രോബ്ലമായിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ഒരു റിലേഷൻ ഇങ്ങനെ എഴുതിയിട്ട് ഇതിൽ എന്താണ് ഡെൽറ്റ യു പ്ലസ് വേറെ എന്തെങ്കിലും എസ് എന്നോ അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കും. അതിൽ നിന്ന് ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും കൂടുതലും വരുന്നത്. സോ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. സോ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. എച്ച് അറിയാമായിരിക്കുമല്ലോ. എച്ച് എന്താണ്? എൻതാൽപ്പി. ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി. യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. പിന്നെ പ്രഷർ പി, ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോള്യം. ഓക്കെ, അപ്പോൾ അത്രയായി. ഇനിതാ അടുത്തൊരു കണ്ടീഷൻ. ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻസ്. മനസ്സിലായോ? എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റിയാക്ഷനിൽ ഒരു പ്രോസസ്സിൽ ആ സിസ്റ്റം എന്ത് ചെയ്യും? ഹീറ്റ് എനർജീനെ റിലീസ് ചെയ്യും. അതാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഇനി ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ എൻഡോതെർമിക് എന്ന് പറയും. സോ ഇങ്ങനത്തെ ഘട്ടത്തിൽ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? എക്സോതെർമിക്കിൽ ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവും അടുത്ത് എൻഡോതെർമിക്കിലാണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവും ആയിരിക്കും. Okay, delta H will be negative for exothermic reactions, delta H will be positive for endothermic reactions. ഇനി എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം കോൺസ്റ്റൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലും ഒക്കെ വോള്യം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. സോ നമുക്കവിടെ ചേഞ്ച് ഇൻ വോള്യം എന്ന് പറയുന്നത് ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 എന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. ഈ ക്യൂ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജി അറ്റ് കോൺസ്റ്റന്റ് വോളിയം കാണിക്കാനാണ് വിനെ ഇവിടെ താഴെ എഴുതി കാണിച്ചിരിക്കുന്നത്. ദെയർഫോർ ഇക്വേഷൻ ബിക്കംസ് എന്താണ്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ? നമ്മളിവിടെ നമ്മൾ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? അതിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു സർട്ടൻ കണ്ടീഷനിൽ ഡെൽറ്റ വി 0, അതുപോലെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ക്യൂ വി. നിങ്ങൾ ആദ്യം എല്ലാ ഫോർമുലകളും ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ പറയുന്ന റിലേഷൻസ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് എടുത്ത് നോക്കുക.
ഇനി നോക്കിക്കേ, ഇഫ് വി എ ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദി ഗേഷ്യസ് റിയാക്റ്റൻസ്, കുറച്ച് റിയാക്റ്റൻസ് ഗേഷ്യസ് റിയാക്റ്റൻസ് പിന്നെ നമ്മൾ പ്രോഡക്റ്റ് സൈഡ് നോക്കാം. അതിൽ റിയാക്റ്റൻസിൽ എന്താണ് വോളിയത്തിനെ നമ്മൾ വി എ എന്നും പ്രോഡക്റ്റിൻ്റെ വോളിയത്തിനെ നമ്മൾ വി ബി എന്നും കാണിച്ചാൽ, ഓക്കെ, ഇത് ഫുള്ള് ഗേഷ്യസ് പ്രോഡക്ട്സ് ആണ്, എല്ലാം ഗേഷ്യസ് റിയാക്റ്റൻസും ഗേഷ്യസ് പ്രോഡക്ട്സും ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ എ ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്, ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എൻ എയും നമ്മുടെ റിയാക്റ്റൻസ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് എൻ എയും പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് എൻ ബി എന്നും കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്ട്സ് ഓൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഇവിടുത്തെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ ആൻഡ് ടെമ്പറേച്ചറും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ദെൻ യൂസിങ് ദ ഐഡിയൽ ഗ്യാസ് ലോ, നമ്മൾ ഐഡിയൽ ഗ്യാസ് ലോ ഇല്ലേ, അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നിന്ന് കിട്ടുന്ന റിലേഷൻ ആണ് പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ലോയിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുകയാണ്. ഈ പറഞ്ഞ ഇത്രയും കണ്ടീഷനിൽ കിട്ടുമ്പോൾ എന്തായിരിക്കും, പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി. ഇവിടെ ഡെൽറ്റ എൻ ജി എന്തിനാണ് റെഫർ ചെയ്യുന്നത്, റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ഈ പറഞ്ഞ പ്രോഡക്ട്സിലെ നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, എൻ ബി മൈനസ് നമ്മുടെ റിയാക്റ്റന്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് എൻ എ. സോ എൻ ബി മൈനസ് എൻ എ ആണ് ഡെൽറ്റ എൻ, ഫുള്ള് ഗേഷ്യസ് ആയതുകൊണ്ട് നമ്മൾ എൻ ജി എന്നിവിടെ കാണിക്കും. സോ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതി, പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് പി ഡെൽറ്റ വി ഫ്രം ഇക്വേഷൻ 6.92, ഓക്കെ, ഇതിലോട്ട് നമ്മൾ പി ഡെൽറ്റ വിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കിട്ടുന്ന എന്താണ്, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, ഇത്രയാണ് നമ്മളിതിൽ നോക്കാനുള്ളത്. ഇനി ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഈസ് എ പ്രോപ്പർട്ടി ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മാറ്റർ, ഓക്കെ, ഒരു സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ സൈസ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന വാല്യൂസാണ് വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ മാസ്, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഹീറ്റ് കപ്പാസിറ്റി, ഇവരെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. മനസ്സിലായി? ഇപ്പം നമ്മൾ മാസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു സിസ്റ്റത്തിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മാറ്റർ ആണല്ലേ, ദാറ്റ് മീൻസ് അതിൻ്റെ ക്വാണ്ടിറ്റി സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇവരുടെ വാല്യൂ വരുന്നത്. സോ നമുക്ക് പറയാം മാസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. വോളിയം അതുപോലെ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇന്റേണൽ എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എൻതാൽപ്പി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഹീറ്റ് കപ്പാസിറ്റിയും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അടുത്ത് നോക്കിയാൽ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസന്റ് ആർ നോൺ ആസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇങ്ങനെ ക്വാണ്ടിറ്റിനെയും അതുപോലെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ. ഓക്കെ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ എക്സെട്ര ആർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഹീറ്റ് കപ്പാസിറ്റി ഒന്ന് നോക്കാനുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി ഒരു സിസ്റ്റത്തിൻ്റെ നമ്മൾ ടെമ്പറേച്ചറിനെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടേമാണ് ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് നോക്കിക്കോ, ക്യൂ ഈസ് ഈക്വൽ ടു ഒരു കോഎഫിഷ്യൻ്റ് ഇൻറ്റു ഡെൽറ്റ ടി. ക്യൂ ഈസ് ഈക്വൽ ടു ഒരു കോഎഫിഷ്യൻ്റ് ഇൻറ്റു ഡെൽറ്റ ടി. ആ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ സി എന്ന് പറയാം. ഓക്കെ, സി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടുത്തെ സി ആണ് നമ്മുടെ കോഎഫിഷ്യൻ്റ്, അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ സി ആണ് നമ്മുടെ കോഎഫിഷ്യൻ്റ്, അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്തോന്നായിരിക്കും, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ബൈ എ സ്പെസിഫൈഡ് എമൗണ്ട്. ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചറിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സി, ഇവിടുത്തെ കോഎഫിഷ്യൻ്റായ സി. ദാറ്റ് മീൻസ് എന്താണ്, സി എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആണ്.
ഇനി വെൻ സി ഈസ് ലാർജ്, ഇതൊക്കെ കുറച്ച് കണ്ടീഷൻസ് ആണ്, നോക്കി വയ്ക്കുക. വെൻ സി ഈസ് ലാർജ് ഗിവൺ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസൾട്ട്സ് ഇൻ ഓൺലി എ സ്മോൾ ടെമ്പറേച്ചർ റൈസ്. സി വലുതാവുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് റൈസ് ആവുന്ന ടെമ്പറേച്ചർ എത്രയായിരിക്കും? വളരെ സ്മോൾ റൈസ് മാത്രമേ കാണുള്ളൂ. പിന്നെ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് കപ്പാസിറ്റി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഹാസ് എ ലാർജ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ലോട്ട് ഓഫ് എനർജി ഈസ് നീഡഡ് ടു റൈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഹീറ്റ് എനർജി എന്താണ്? ഒരുപാട് കൊടുക്കണം. ഓക്കെ, സോ ഇതിന്റെ സി എന്ന് പറയുന്നത്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഓക്കെ, വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വാട്ടറിന്റെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ പറഞ്ഞ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് CM. മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് CM is equal to C/N ആണ്. Is the heat capacity for എന്താണ് 1 mole of the substance and is the quantity of heat needed to raise the temperature of 1 mole by 1 degree Celsius for 1 Kelvin. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. ഇനി അതിനെ നമ്മൾ മോളിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹീറ്റ് എനർജി, അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ടേമാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി CM വിച്ച് ഇസ് ഈക്വൽ ടു C/N. പിന്നെ സ്പെസിഫിക് ഹീറ്റ്, ഓൾസോ കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമ്മൾ പറഞ്ഞ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇല്ലേ, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്നൊക്കെ പറയുന്നത് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4200 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ എന്ന് പറഞ്ഞത്. അതെന്തോന്നാണ്? നമ്മൾ ഒരു യൂണിറ്റ് മാസ് വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 1 കെൽവിനോ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ നമ്മൾ റേസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഹീറ്റ് എനർജി. ഇനി മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോള് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറിനെ കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന എന്താണ് ഹീറ്റ് എനർജി. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 1 യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 1 കെൽവിനോ കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. Okay, for finding out the heat Q required to raise the temperatures of a sample, we multiply the specific heat of the substance C by the mass M and temperatures change delta T as ഇതിൻ്റെ റിലേഷൻ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ റിലേഷൻ ആണ് ഈ പറയുന്നത്. Q is equal to C into M into delta T. C into M into delta T. C എന്താണ്? C means specific heat. M എന്താണ്? മാസ്. ഡെൽറ്റ ടി എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ഇതിൽ നിന്ന് ഈ സിനെയും എമ്മിനെയും നമുക്ക് C into M എന്നുള്ളതിന് നമുക്ക് ക്യാപിറ്റൽ C വെച്ച് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ C ഡെൽറ്റ ടി. Q is equal to C ഡെൽറ്റ ടി. പിടികിട്ടോ? അടുത്തത് ഫോർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ CP ആൻഡ് CV ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഐഡിയൽ ഗ്യാസിൻ്റെ CPയും CVയും തമ്മിലുള്ള റിലേഷൻ. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദ ഹീറ്റ് കപ്പാസിറ്റി C ഡിനോട്ടഡ് ബൈ CV ആൻഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ എന്താണ്? CP. മനസ്സിലായോ? ഹീറ്റ് കപ്പാസിറ്റിയാണ് C എന്ന് പറയുന്നത്. അതിൽ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ നമ്മൾ CV എന്നും കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ CP എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. ഓക്കെ, CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. ഇതാണ് ഇവരുടെ റിലേഷനായിട്ട് വരുന്നത്.
ഇനി അടുത്തതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മെഷർമെൻറ്റ് ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച്. നമ്മളെ ഈ ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പീൻ്റെയൊക്കെ മെഷർമെൻറ്റ് എങ്ങനെയാണ്, അത് കളറിമെട്രി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കളറിമെട്രിയിൽ പറയുന്നത് ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജീനെയൊക്കെ ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് അവർ മെഷർ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിലെന്താണ് എത്രയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഡിവൈസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ വേണ്ട കാര്യങ്ങൾ കുറച്ച് പോയിന്റ്സ്. ഇൻ ആൻ എക്സോതെർമിക് റിയാക്ഷൻ ഹീറ്റ് ഈസ് ഇവോൾവ് അല്ലേ, ഹീറ്റ് എനർജി അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് സിസ്റ്റം ലൂസസ് ഹീറ്റ് ടു ദി സറൗണ്ടിങ്സ്. സിസ്റ്റം എന്ത് ചെയ്യാണ്, സറൗണ്ടിങ്സിലോട്ട് ഹീറ്റിനെ ലൂസ് ചെയ്യാണ്. therefore QP will be negative and delta RH will be delta RH. പുതിയൊരു ടേം കിട്ടിയാണ്, ഡെൽറ്റ RH എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന എൻതാൽപ്പി, അതാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്നും പറയും. ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ RH. ഈ ഡെൽറ്റ RH എന്തായിരിക്കും, വിൽ ഓൾസോ ബി നെഗറ്റീവ്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷനിൽ QP എന്ന് പറയുന്നത് QP മീൻസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷറിന്റെ കാര്യത്തിലാണ്. സോ Q വിൽ ബി നെഗറ്റീവ്. പിന്നെ ഡെൽറ്റ RH വിൽ ഓൾസോ ബി നെഗറ്റീവ്. അതുപോലെ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഹീറ്റ് ഈസ് അബ്സോർബ് ആണ് അവിടെ ചെയ്യുന്നത്. സോ QP ഈസ് പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ RH വിൽ ബി പോസിറ്റീവ്. ഓക്കെ, സോ ഈ നെഗറ്റീവും പോസിറ്റീവും കണ്ടീഷൻസ് ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും വരാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും യൂസ് ആവും. ഇനി നമുക്ക് റിയാക്ഷൻ എൻതാൽപ്പി എന്താണെന്ന് നോക്കാം. നമ്മളൊരു ഒരു റിയാക്ഷനിൽ എന്താണ്, റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് അല്ലേ, റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. സോ അവിടെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ചേഞ്ച് വരുന്നുണ്ടല്ലേ. നോക്കിയേ, ദ എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിയിങ് എ റിയാക്ഷൻ ഈസ് കോൾഡ് ദ റിയാക്ഷൻ എൻതാൽപ്പി. ഓക്കെ, ഒരു റിയാക്ഷനിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചുകളെയാണ് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ ദ സിമ്പിൾ ഡെൽറ്റ RH. നമ്മൾ നേരത്തെ പറഞ്ഞ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് ഡെൽറ്റ RH എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇവിടുത്തെ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ് അല്ലേ. ഇപ്പം നമ്മൾ റിയാക്റ്റൻസും പ്രോഡക്ട്സ് മാത്രമല്ലേ ഉള്ളൂ. സോ ഇവരുടെ മൊത്തത്തെ റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പീസ് എന്താണോ അതിനെ കൂട്ടുക, അതുപോലെ റിയാക്റ്റൻസിൻ്റെ സൈഡിൽ വരുന്ന എൻതാൽപ്പീസ് എത്രയാണോ അതിനെ കൂട്ടുക, ഇതിനെ രണ്ടിനെയും തമ്മിൽ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കിട്ടും ഡെൽറ്റ RH റിയാക്ഷൻ എൻതാൽപ്പി കിട്ടും. എന്താണ് ഫോർമുല, റിയാക്ഷൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻസ്. കിട്ടിയോ? ഇവിടുത്തെ ഒരു റിയാക്ഷനിൽ എന്താണ് നടക്കുന്നത്, റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ ഇവിടുത്തെ എൻതാൽപ്പി ചേഞ്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള എൻതാൽപ്പി ചേഞ്ച് മൈനസ് റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള എൻതാൽപ്പി ചേഞ്ച്, ഇതിനെ രണ്ടിനെയും പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള എൻതാൽപ്പിയുടെ സമ്മ്, അതുപോലെ റിയാക്റ്റൻസിന്റെ സൈഡിലെ എൻതാൽപ്പിയുടെ സമ്മ്. ഓക്കെ, ആകെ തുക. എന്നിട്ട് ഇവരെ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി ഇവരുടെ. അപ്പം നമുക്ക് കിട്ടും എൻതാൽപ്പി ചേഞ്ച്. അങ്ങനെ കിട്ടുന്ന എൻതാൽപ്പി ചേഞ്ചിന്റെ പേരാണ് ഡെൽറ്റ RH, റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. കിട്ടിയോ? ഇവിടെ സിഗ്മ എന്ന് കാണിച്ചിരിക്കുന്നത് സം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സം. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ്. കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നോക്കിപ്പോവാം. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഇപ്പം നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പഠിച്ചു. ജസ്റ്റ് ഒരു പ്രോഡക്ട്സിൻ്റെ നമ്മൾ ഒരു റിയാക്ഷൻ കാണിക്കണം, റിയാക്റ്റൻസ് കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ആവുന്നു. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ള എൻതാൽപ്പീസിൻ്റെ സമ്മ് മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെ എൻതാൽപ്പി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. ഇനി നമ്മൾ ചില സർട്ടൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ RH ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നല്ലേ പറയത്തുള്ളൂ. അപ്പം നോക്കാം, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ വെൻ ഓൾ ദ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഈസ് ഇറ്റ്സ് എ പ്യുവർ ഫോം അറ്റ് 1 bar. ഓക്കെ, അവിടുത്തെ പ്രഷർ എങ്ങനെയായിരിക്കും, 1 bar പ്രഷർ ആയിരിക്കും. പിന്നെ
അവരൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് ലിക്വിഡ് എഥനോൾ അറ്റ് 298 കെൽവിൻ ഈസ് പ്യുവർ ലിക്വിഡ് എഥനോൾ അറ്റ് 1 ബാർ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് സോളിഡ് അയൺ അറ്റ് 500 കെൽവിൻ ഈസ് പ്യുവർ അയൺ അറ്റ് 1 ബാർ. എല്ലാം 1 ബാർ കണ്ടീഷനിൽ പറയുകയാണ് അല്ലേ. സോ ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ പറഞ്ഞു പോകുന്ന എൻതാൽപ്പി ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആർ ഡിനോട്ടഡ് ബൈ ആഡിങ് ദ സൂപ്പർ സ്ക്രിപ്റ്റ്. ഇങ്ങനെ ഈ ഒരു വട്ടം ഇട്ടിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന എന്താണ്, സ്റ്റാൻഡേർഡിനെ കാണിക്കുന്നതാണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷനെ കാണിക്കുന്നതാണ്. സോ ഡെൽറ്റ എച്ചിന് ഇതുപോലെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, ഡെൽറ്റ എച്ചിൻ്റെ മേലെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് മേലെ നമ്മളിങ്ങനെ ഒരു വട്ടമായിട്ട് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ എന്താവും, അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പീനെയാണ് കാണിക്കുന്നത്. ഇനി നമ്മളൊരു ഫേസ് ട്രാൻസ്ഫോർമേഷൻസിൽ ഇപ്പോൾ ലിക്വിഡ് ഗ്യാസ് ആവുന്നു, ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് സോളിഡ് ആവുന്നു. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്, മാറ്റം വരികയാണ്. സോ അപ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചസ് ഒക്കെ നോക്കാം. പലതരത്തിലുള്ള എൻതാൽപ്പി ചേഞ്ചസ് പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒന്നാമത്തേത്, ദ എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് അക്കമ്പനീസ് മെൽറ്റിംഗ് ഓഫ് 1 mole of a solid substance in standard state is called standard enthalpy of fusion or molar enthalpy of fusion. എഴുതിയിരിക്കുന്നുണ്ടോ? സ്റ്റാൻഡേർഡിനെ കാണിക്കാൻ വേണ്ടി വട്ടം ഇട്ടിട്ട് കട്ട് ചെയ്തും കാണിച്ചിട്ടുണ്ട്, ഫ്യൂഷനെ കാണിക്കാൻ വേണ്ടി FUS എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ എൻതാൽപ്പി ചേഞ്ച് ഒരു എൻതാൽപ്പി ചേഞ്ച് തന്നെയാണ്, എപ്പോഴും നടക്കുന്നതാണ്. 1 മോൾ സോളിഡ് സബ്സ്റ്റൻസ് മെൽറ്റ് ആവാൻ എടുക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ കണ്ടീഷൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ഡെഫിനേഷൻ വരുന്നത് നമ്മുടെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ നോക്കാം. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു വേപ്പറൈസ് 1 mole ഓഫ് എ ലിക്വിഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് അണ്ടർ സ്റ്റാൻഡേർഡ് പ്രഷർ 1 bar ഈസ് കോൾഡ് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് കണ്ടോ? ഡെൽറ്റ വേപ്പറിൻ്റെ VAP പിന്നെ H മോളിൽ ഒരു സൂപ്പർ സ്ക്രിപ്റ്റും കൂടെ. ഇവിടെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു എന്തിനു വേണ്ടിയിട്ട്? വേപ്പറൈസ് 1 മോൾ ലിക്വിഡിന് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിൽ അതായത് 1 bar കണ്ടീഷനിലും എന്താണ് വേപ്പറായിട്ട് പോകാൻ വേണ്ടി എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ ഡെൽറ്റ വേപ്പറൈസേഷൻ H എന്ന് കാണിക്കുന്നത്, മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, നമുക്ക് നോക്കാം സബ്ലിമേഷൻ എൻതാൽപ്പി. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ നോക്കാം. ഡെൽറ്റ സബ് H സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുകയാണ്. വിച്ച് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് sublimes at a constant temperature and under standard pressure. ഓക്കെ, ഒരു സോളിഡ് നേരെ ഗ്യാസ് സ്റ്റേജിലോട്ട് പോകുന്ന റിയാക്ഷനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, 1 mole ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് പെട്ടെന്ന് സബ്ലൈം ചെയ്ത് പോകുമ്പോൾ അതിനിടയ്ക്ക് നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ ഫ്യൂഷൻ പഠിച്ചു, സബ്ലിമേഷൻ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം standard enthalpy of formation. Standard enthalpy of formation. The standard enthalpy change for the formation of 1 mole of a compound from its elements in their most stable states of states of aggregation, also known as reference states, is called standard molar enthalpy of formation. റെപ്രസെൻ്റ് ചെയ്യുന്നത് F വെച്ചിട്ടാണ്. അപ്പോൾ ഫ്യൂഷനും ഈ ഫോർമേഷനും തെറ്റിപ്പോവരുത്. F എന്ന് പറയുന്നത് ഫോർമേഷനെയാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഫോർമേഷൻ എന്തോന്നാണ്? 1 mole ഓഫ് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷൻ ഫ്രം അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്സിലുള്ള എലമെൻസിൽ നിന്നും 1 mole കോമ്പൗണ്ട് ഉണ്ടാകാൻ എടുക്കുന്ന സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്.
ഇനി നോക്കാം തെർമോ കെമിക്കൽ ഇക്വേഷൻസ്. തെർമോ കെമിക്കൽ ഇക്വേഷൻസ് എന്താണ്? നമ്മളൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നതാണ്. അതിനോടൊപ്പം തന്നെ എന്താണ് ഡെൽറ്റ ആർ എച്ചിൻ്റെ വാല്യൂയും കൂടി എഴുതുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇതുപോലെ ഇപ്പോൾ C2H5OH പ്ലസ് 3O2 ഗീവ്സ് 2CO2 പ്ലസ് 3H2O. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അല്ല, ഇവിടെ 2 കാർബൺ, അവിടെ 2 കാർബൺ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ അവിടെ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ടോ അത്രയും ഓക്സിജൻ അവിടെ. അങ്ങനെ നമ്മൾ റിയാക്ടൻറ്റിൻ്റെ സൈഡും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും നമ്മൾ എന്ത് ചെയ്യാണ്, കെമിക്കലിനെ ബാലൻസ് ആക്കി എഴുതും, കെമിക്കൽ റിയാക്ഷനെ ബാലൻസ് ആക്കി എഴുതും. പ്ലസ് നമ്മൾ അവിടുത്തെ ഡെൽറ്റ ആർ എച്ച് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ്റെ വാല്യൂവും കൂടി നോട്ട് ചെയ്യും. ഇങ്ങനെ എഴുതി കാണിക്കുന്നതിനാണ് നമ്മൾ തെർമോ കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇതിലൊരു പോയിന്റ് വരുന്നത്, ദ നെഗറ്റീവ് സൈൻ. ഇവിടുത്തെ ഈ നെഗറ്റീവ് സൈനിന് കാണിക്കുന്ന എന്താണ്, എൻതാൽപ്പി ചേഞ്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് വാല്യൂ ഇട്ടത്. പിന്നെ കുറച്ച് ടേംസുകൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്, ജസ്റ്റ് വായിച്ചു പോവാം. It would be necessary to remember the following conventions regarding thermochemical equations. Thermochemical equations ആയിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന്, the coefficients in a balanced thermochemical equation refer to the number of moles, never molecules of reactants and products involved in the reaction. ഒരു റിയാക്ഷനെ നമ്മൾ തെർമോകെമിക്കൽ റിയാക്ഷനിൽ എഴുതുമ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ എന്തിനായിരിക്കും നമ്മൾ കാണിക്കുന്നത്, മോൾസിനെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, മോൾസിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്, മോളിക്യൂൾസിനെ അല്ല. രണ്ടാമത്തേത്, ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഡെൽറ്റ ആർ എച്ച് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസസ് സ്പെസിഫൈഡ് ബൈ an equation. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ ആർ എച്ച് വിൽ ഹാവ് യൂണിറ്റ്സ്. എങ്ങനെയായിരിക്കും ഡെൽറ്റ ആർ എച്ചിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ എന്നാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം പറയുന്നത്, വെൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ആർ എച്ച് ഈസ് റിവേഴ്സ്ഡ് ഇൻ സൈൻ. നോക്കിയേ, N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. ഇതിൻ്റെ വാല്യൂ -91.8 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2NH3 ഗീവ്സ് N2 പ്ലസ് 3H2, നേരെ റിയാക്ഷൻ തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ മൈനസ് ചാർജിനെ പെട്ടെന്ന് പ്ലസ് ആക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ് കൊടുക്കുക. അടുത്തിനി നോക്കാനുള്ളത് നമ്മൾ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ ആണ്. നമ്മളൊരു കെമിക്കൽ റിയാക്ഷനിൽ എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് ബി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ എച്ച്, ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവും അല്ലേ. ഇതെന്ന് പറയുന്നതും അതുപോലെ ഇപ്പോൾ എ എന്ന് പറയുന്നത് സി ആയതിനു ശേഷം ഡി ആയതിനു ശേഷം പിന്നീട് ബി ആയാൽ പോലും ഇവിടെ ഫുള്ളി എന്തായാലും എ എന്നുള്ളത് ബി ആയിട്ടുണ്ട്, നമുക്ക് അതാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എ ടു ബിയിലോട്ട് പോകാൻ വേണ്ടി ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞൊരു എൻതാൽപ്പി ചേഞ്ച് കിട്ടി. അതേ എൻതാൽപ്പി ചേഞ്ച് തന്നെയായിരിക്കും എ ടു സിയും സി ടു ഡിയും ഡി ടു ബിയും ആവാനുള്ള ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എച്ചിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, വെദർ ദ പ്രോസസ് ഈസ് ടേക്കൺ ആസ് സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്സ്. പക്ഷെ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ ഓരോ സ്റ്റേജിലും ഉണ്ടായ എൻതാൽപ്പി ചേഞ്ചുകളെ കൂട്ടിയെടുക്കുക. അതെന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് റിയാക്റ്റൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവുമ്പോൾ എടുക്കുന്ന എൻതാൽപ്പി ചേഞ്ച്. നോക്കിക്കേ, in other words, enthalpy change for a reaction is the same whether it occurs in one step or in a series of steps. This may be stated as follows in the form of Hess's law. ഇതാണ് Hess's law എന്ന് പറയുന്നത്. If a reaction takes place in several steps, then its standard reaction enthalpy is the sum of standard enthalpies of intermediate reactions into which the overall reaction may be divided at the സെയിം ടെമ്പറേച്ചർ. ഇതെല്ലാം സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസിൻ്റെ ടേമിലാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുമ്പോൾ എൻതാൽപ്പീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. ഇപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എൻതാൽപ്പി, പിന്നെ ആറ്റമായിട്ട് ഒരു മോളിക്യൂൾ ആറ്റമായിട്ട് മാറാൻ എടുക്കുന്ന എൻതാൽപ്പി, കമ്പഷന് വേണ്ടിയുള്ള എൻതാൽപ്പി, ഇങ്ങനെ ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൻ്റെ ബേസിലുള്ള എൻതാൽപ്പി ചേഞ്ചസ് നോക്കാം. ആദ്യത്തേത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയോ, ഡെൽറ്റ സി എച്ച് എന്നാണ് കാണിക്കുന്നത്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആണെങ്കിൽ ഡെൽറ്റ സി എച്ച് മതി. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് കാണിക്കണമെങ്കിൽ മുകളിലൊരു സൂപ്പർ സ്ക്രിപ്റ്റൂടെ കൊടുക്കുക. ഇതിൻ്റെ എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്, അതായത് 1 മോൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് എമൗണ്ട് വസ്തു ഒരു സബ്സ്റ്റൻസിന് കമ്പഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ, കമ്പഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, ആ ഒരു റിയാക്ഷന് വേണ്ട സ്റ്റാൻഡേർഡ് എൻതാൽപ്പിയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. അതുപോലെ
ഇനി നമുക്ക് അറ്റോമൈസേഷൻ നോക്കാം. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഓക്കെ, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്താണ്? നമ്മളിപ്പം ഡയറ്റമിക് മോളിക്യൂൾസ് ഒക്കെ ഇല്ലേ, H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എന്തായിട്ട് മാറും? 2 ആറ്റംസ് ആയിട്ട് അവർ സ്പ്ലിറ്റ് ആവും അല്ലേ? റിയാക്ഷനിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന 2 ആറ്റംസ് ആയിട്ട് അവർ സ്പ്ലിറ്റ് ആവും. അങ്ങനെ സ്പ്ലിറ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു എൻതാൽപ്പി ചേഞ്ച്, ഈ പ്രോസസ്സിൽ വരുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. മനസ്സിലായോ? പിന്നെ ഇതിലിനി ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി is the change in enthalpy when one mole of covalent bonds of a gaseous covalent compound is broken to form products in the gas phase. നമ്മളിപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് പറയുന്നത്. ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കോവാലന്റ് കോമ്പൗണ്ടിന്റെ 1 മോൾ കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എൻതാൽപ്പിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇവിടെ നോക്കേണ്ടത് ഈ പ്രോഡക്ട്സ് ഒക്കെ എന്തായിരിക്കും? ഗേഷ്യസ് സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നത്. റിയാക്ടൻസും പ്രോഡക്ട്സും ഗ്യാസ് ഫേസിൽ. അടുത്ത പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കാര്യത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവിടെ മീൻ ബോണ്ട് എൻതാൽപ്പി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ CH4 എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാർബണും 4 ഹൈഡ്രജനും റിലീസ് ആവണം അല്ലേ? അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഒറ്റ സ്റ്റെപ്പല്ല, അവിടെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളിലായിരിക്കും നടക്കുന്നത്. നമ്മളെ CH4 4 ഹൈഡ്രജൻ ഓരോ വാലൻസിയിലും നിൽക്കുകയാണ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? CH3+H കിട്ടും അല്ലേ? എന്നിട്ട് ഈ CH3യിൽ പിന്നെ ഒരു ഹൈഡ്രജനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് CH2+H. അടുത്ത് CH2ൽ നിന്ന് പിന്നെ ഒരു ഹൈഡ്രജനെ കട്ട് ചെയ്യുമ്പോൾ CH+H. അടുത്ത് CHലെ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് C+H എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എത്ര സ്റ്റേജ് ആയിട്ടാണ് നടന്നത്? 1 2 3 4 സ്റ്റെപ്പിലാണ് എന്ത് ചെയ്തത്? ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പിലും എന്തുണ്ടാവും? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉണ്ടാവും. ഈ ഓരോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിൻ്റെയും സം എടുക്കുക, ആ സമ്മിൻ്റെ 1/4 എടുക്കുക. ഓക്കെ, നമ്മൾ ടോട്ടൽ ബോണ്ട് എനർജി എൻതാൽപ്പി എത്രയാണോ അതിൻ്റെ സമ്മിൻ്റെ 1/4 അതായിരിക്കും അവരുടെ ഈ ഒരു റിയാക്ഷൻ്റെ എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെ മീൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് മീൻ ബോണ്ട് എൻതാൽപ്പി എന്നാണ് പറയുന്നത്. ഇത് പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കാര്യത്തിലാണ് മീൻ ബോണ്ട് എൻതാൽപ്പി വരുന്നത്. അടുത്ത് നോക്കാം ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഈസ് ദി enthalpy change which occurs when 1 mole of an ionic compound dissociates into its ions in gaseous state. ഓക്കെ, അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട്, ഒരു 1 മോൾ ഓഫ് അയോണിക് കോമ്പൗണ്ടിന് ഡിസോസിയേഷൻ നടന്ന് അതിൻ്റെ ഗേഷ്യസ് അയോൺസ് ആയിട്ട് മാറുന്ന സമയത്ത് എടുക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. സോളിഡ് ആയിട്ടുള്ള NaCl അവരുടെ ഗേഷ്യസ് ആയിട്ടുള്ള Na+ അയോണും Cl- അയോണും ആയിട്ട് മാറാൻ എടുക്കുന്ന എൻതാൽപ്പിയാണ് ലാറ്റിസ് എൻതാൽപ്പി. ഡെൽറ്റ ലാറ്റിസ് H കാണിച്ചിരിക്കുന്നുണ്ടോ? +788 കിലോ ജൂൾ പെർ മോള്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഈ NaCl എന്ന് പറയുന്ന ഒരു സോളിഡ് അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറുന്ന ഈ ഒരു സ്റ്റെപ്പിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അത് പ്രയാസമാണ്. സോ നമുക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ സോഡിയം NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൽ ഇത് സോളിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഇവരിൽ നിന്ന് നമുക്ക് ആരെയൊക്കെ കിട്ടണം? എന്നയും Clയും സെപ്പറേറ്റ്. നമ്മളെ എന്ന എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സോളിഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, Cl എന്ന് പറയുന്നത് ഗ്യാസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിലെ സോഡിയത്തിനെ നമുക്ക് എന്ത് ചെയ്യാണ്? ഈ സോളിഡിൽ നിന്ന് അവനെയും കൂടി ഗ്യാസ് ഫോമിലോട്ട് മാറ്റണം, Na ഗേഷ്യസ് ഫോമിലോട്ട് മാറ്റണം. Na ഗേഷ്യസ് ഫോം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ Na+ ഫോമിലോട്ട് മാറ്റണം. പിന്നെ Cl എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ Cl എങ്ങനെയായിരിക്കും? ½ Cl2 രീതിയിലായിരിക്കും നമ്മൾ ഇക്വേഷൻ സമീകരിച്ച് എഴുതുമ്പോൾ കിട്ടുന്നത്. സോ ഈ ½ Cl2 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്ക് ഇവനെ ബോണ്ട് എൻതാൽപ്പി കൊടുത്തിട്ട് ഓരോ Cl എന്നുള്ള ഒറ്റ ആറ്റമായിട്ട് മാറ്റണം. എന്നിട്ട് ഈ Clലോട്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൊടുത്തുകൊണ്ട് നമുക്കിവിടെ Cl- അയോൺ ആക്കി മാറ്റണം. Na+നാണെങ്കിൽ വിട്ടുകൊടുക്കുന്നതും അയണൈസേഷൻ എൻതാൽപ്പി. മറ്റേ Cl- ആക്കണമെങ്കിൽ ഇലക്ട്രോൺ അവിടെ ഗെയിനിങ് ആണ്. സോ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൊടുക്കണം. സോ ഇത്രയും എൻതാൽപ്പീസ് അല്ലെങ്കിൽ ഇത്രയും ട്രാൻസ്ഫർമേഷൻസ് ഇവിടെ നടന്നിട്ടാണ് അവസാനം Na+ഉം Cl- ആയിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് എഴുതുമ്പോൾ ജസ്റ്റ് 1 സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ഇതിനുള്ളിൽ നടക്കുന്ന സ്റ്റെപ്പുകൾ ഇതെല്ലാമാണ്. അപ്പോൾ
നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു അയോണിക് കോമ്പൗണ്ടിനെ അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എൻതാൽപ്പിയാണ് ഈ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ ഈ ലാറ്റിസ് എൻതാൽപ്പീനെ നമുക്ക് ഇവിടെ ഉണ്ടായ എല്ലാ എൻതാൽപ്പീസും കൂടി സം ചെയ്തിട്ട് അതിനെ നമുക്കൊരു ഒരു ഒരു എന്താണ് ഒരു സൈക്ലിക്കൽ ഫോമിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് എന്താണ് ഒരു ഇക്വേഷൻ പോലെ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒന്ന് നമ്മളിപ്പോൾ ഇക്വേഷൻ ഫുള്ളായിട്ട് എഴുതിയതിന് ശേഷം അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ലാറ്റിസ് എൻതാൽപ്പി. കണ്ടോ, ഇതിപ്പോൾ NaCl. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിപ്പോൾ NaClൻ്റെ ഈ പറഞ്ഞ ഈ ഒരു ചോദ്യത്തിൻ്റെ നമ്മൾ അതിൻ്റെ ഓരോ ഘട്ടവും കാണിച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു സൈക്ലിക്കൽ മാനറിലാണ് അല്ലേ. അതിനെ നമ്മൾ പറയുന്നത് ബോൺ ഹേബർ സൈക്കിൾ എന്നാണ് പറയുന്നത്. ബോൺ ഹേബർ സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം ഒരു എൻതാൽപ്പി ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ആ എൻതാൽപ്പി ഡയഗ്രത്തിൻ്റെ പേരാണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പോൾ NaClലാണെങ്കിൽ നമ്മുടെ ഇത് സോഡിയത്തിൻ്റെ സബ്ലിമേഷൻ്റെ എൻതാൽപ്പി വരുന്നുണ്ട്, അയണൈസേഷൻ എൻതാൽപ്പി വരുന്നുണ്ട്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വരുന്നുണ്ട്, പിന്നെ ഇതെന്താണ് ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നുണ്ട്, പിന്നെ ഇവരുടെ ലാറ്റിസ് എൻതാൽപ്പി വരുന്നുണ്ട്. സോ നമ്മൾ ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുന്നതിനെ എടുത്തതിന് ശേഷം അതിൽ നിന്ന് ലാറ്റിസ് എൻതാൽപ്പിനെ ബാക്കിയുള്ളതിനെ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കിൾ ഈസ് ദാറ്റ് ദ സം ഓഫ് ദി എൻതാൽപ്പി ചേഞ്ചസ് റൗണ്ട് എ സൈക്കിൾ ഈസ് 0 അപ്ലൈയിങ് ഹെസസ് ലോ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഇവിടെ നമ്മൾ ഹെസസ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രൈറ്റ് ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചും ടോട്ടലായിട്ട് നടക്കുമ്പോൾ അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽ എൻതാൽപ്പി ചേഞ്ചസിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ആ ഒരു മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്തിട്ട്, അതായത് ഹെസസ് ലോ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ലാറ്റിസ് എനർജീനെ മാത്രമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ലാറ്റിസ് എനർജി മാത്രമല്ല, ഇതിൽ തന്നിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ബോണ്ട് എൻതാൽപ്പിയാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ടോട്ടലിൽ നിന്ന് ഇവനെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, ബാക്കിയുള്ളവരെ കുറച്ചാൽ മതി. സോ ആ ഒരു രീതി. ഇനി നമുക്ക് നോക്കാനുള്ളത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷനെ ഡെൽറ്റ സോൾ എന്ന് എഴുതിയിട്ടാണ് ഇട്ട് കാണിക്കുന്നത്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് ഇറ്റ് ഡിസോൾവ്സ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഒരു മോൾ സബ്സ്റ്റൻസ് അവന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സോൾവെൻറ്റിലോട്ട് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി, അലിഞ്ഞു പോകാൻ വേണ്ടി എടുക്കുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ഇനി എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ ഉണ്ട്. എന്തായിരിക്കും? എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ദി അഡീഷൻ ഓഫ് എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ടു ദി സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആ ഒരു സൊല്യൂട്ടിന് എന്താണ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡൈല്യൂഷൻ നടക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്പോണ്ടേനിറ്റി ആണ്. സ്പോണ്ടേനിറ്റി, ഇൻഫാക്ട് ഓൾ നാച്ചുറലി ഓക്കറിങ് പ്രോസസ്സസ് വെദർ കെമിക്കൽ ഓർ ഫിസിക്കൽ വിൽ ടെൻഡ് ടു പ്രൊസീഡ് സ്പോണ്ടേനിയസ്ലി ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഫോർ എക്സാമ്പിൾ, ഓക്കെ, അപ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്? അതായത് സ്പോണ്ടേനിറ്റി മീൻസ് ഹാവിങ് ദ പൊട്ടൻഷ്യൽ ടു പ്രൊസീഡ് വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി. പുറത്തുനിന്നൊരു ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല ഒരു റിയാക്ഷൻ നടക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങ് നടക്കുകയാണ് ആ ഒരു ഫ്ലോയിൽ. അങ്ങനെ അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളിപ്പം കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡയോക്സൈഡ് ഓഫ് ഇറ്റ്സ് ഓൺ. ഓക്കെ, പിന്നെ നമുക്ക് നാച്ചുറൽ എക്സാമ്പിൾസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, എത്തുമ്പോൾ നോക്കാം. ലൈക്ക് അതാ ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ഗ്യാസ് എക്സ്പാൻഡിങ് ടു ഫിൽ ദ അവൈലബിൾ വോളിയം, പിന്നെ ബേണിംഗ് കാർബൺ ഇൻ ഡയോക്സിജൻ ഗിവിങ് കാർബൺ ഡയോക്സൈഡ്. ഇതൊക്കെ സ്പോണ്ടേനിയസ്ലി നടക്കുന്നതാണ്. ഇൻഫാക്ട് ഓൾ നാച്ചുറലി ഒക്കറിങ് പ്രോസസ്സസ് വെദർ കെമിക്കൽ ഓർ ഫിസിക്കൽ വിൽ ടെൻഡ് ടു പ്രൊസീഡ് സ്പോണ്ടേനിയസ്ലി ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഓക്കെ, അടുത്ത് നമുക്ക് സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ A spontaneous process is an irreversible process and may only be reversed by some external agency. External agency ഒന്നും ഇല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ട് മാത്രം നടക്കുന്ന, ഒരേ ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന പ്രോസസ്സുകളാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഇനി എക്സ്റ്റേണൽ ഏജൻസികൾ ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ എന്താണ് റിവേഴ്സിബിൾ ആകാം. പിന്നെ ഇവിടെ വരുന്ന അടുത്ത കാര്യം, therefore it becomes obvious that while decrease in enthalpy may be a contributory factor for spontaneity, but it is not for all cases. ചില കേസസിൽ എൻതാൽപ്പി കുറയുവാണെങ്കിൽ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്.
അടുത്തൊരു ടേമാണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു റാൻഡംനെസ്, ഒരു സിസ്റ്റത്തിനകത്തുള്ള ഡിസ്റ്റർബൻസസ്. എൻട്രോപ്പി ഡിനോട്ടഡ് ആസ് എസ്. അതായത് ഒരു ഡിസോർഡർ, ദ എബവ് മെൻഷൻ ഡിസോർഡർ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് എൻട്രോപ്പി. ഒരു സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന ഡിസോർഡർനെസ്സിൻ്റെ ആ ഒരു ഡിഗ്രീനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പീനെ ക്യാപിറ്റൽ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എസ്, എൻട്രോപ്പിയുടെ ചേഞ്ച് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. പിന്നെ ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ടോട്ടൽ ഫോർ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഓഫ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ചും അതുപോലെ സറൗണ്ടിങ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ചും അവരുടെ സം ആയിരിക്കും, വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. When a system is in equilibrium, the entropy is maximum and the change in entropy is 0. ഇങ്ങനെ കുറേ എന്താണ് ഓരോ ടേംസ് പോയിന്റ്സ് ഒക്കെ നമ്മളൊന്ന് നോക്കി വയ്ക്കുക. വി ക്യാൻ സേ ദാറ്റ് എൻട്രോപ്പി ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഇൻക്രീസസ് ടിൽ ഇറ്റ് റീച്ചസ് മാക്സിമം ആൻഡ് അറ്റ് ഇക്വിലിബ്രിയം ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് 0. ഒരു പ്രോസസ്സ് എന്താണ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ എപ്പോഴും എന്തായിരിക്കും, എൻട്രോപ്പി അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. പിന്നെ ഇക്വിലിബ്രിയം കണ്ടീഷനിലോട്ട് പോകുന്തോറും എൻട്രോപ്പി 0 ആവും. സിൻസ് എൻട്രോപ്പി ഈസ് എ സ്റ്റേറ്റ് പ്രോപ്പർട്ടി, എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. വി ക്യാൻ കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് എ റിവേഴ്സിബിൾ പ്രോസസ് ഡെൽറ്റ എസ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് ക്യൂ സിസ്റ്റം റിവേഴ്സിബിൾ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലെ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി. We find that both for reversible and irreversible expansion of for an ideal gas under isothermal conditions എന്തായിരിക്കും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0, പക്ഷേ ഡെൽറ്റ എസ് ടോട്ടൽ 0 ആവത്തില്ല. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് 0, ഡെൽറ്റ എസ് സറൗണ്ടിങ് ഈസ് നോട്ട് 0 ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, thus delta U does not discriminate between reversible and irreversible process, whereas delta S does. ഒരു നമ്മൾ എൻട്രോപ്പിയുടെ ബേസിൽ നമുക്ക് ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറയാൻ പറ്റും, പക്ഷേ ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൻ്റെ ബേസിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇനി വരുന്നത് ഗിബ്സ് എനർജിയാണ്. ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി, ജി എന്നാണ് നമ്മൾ കാണിക്കുന്നത് ഗിബ്സ് എനർജീനെ. ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ജി എന്ന് പറയുന്നതാണ് ഗിബ്സ് എനർജി, അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. പിന്നെ ഡെൽറ്റ ഇവരുടെ റിലേഷൻ വരുന്നത് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ ജി സിസ്റ്റം ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദസ് ഗിബ്സ് എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇത് തന്നെയാണ് അവർ താഴെ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഡെൽറ്റ ജി ഹാസ് യൂണിറ്റ്സ് ഓഫ് എനർജി. ഡെൽറ്റ ജി ഗിബ്സ് എനർജിയാണ്, സോ എനർജിയുടെ യൂണിറ്റ് ആണുള്ളത്. ബോത്ത് ഡെൽറ്റ എച്ച് ആൻഡ് ടി ഡെൽറ്റ എസ് ആർ എനർജി ടേംസ്. സിൻസ് ടി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ജൂള് എനർജി അല്ലേ, സോ ഇവരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂള്. ഇനി ഇതിൽ ഡെൽറ്റ എച്ച് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. T delta S is the energy which is not available to do useful work. So delta G is the net energy available to do useful work and is thus measure of the free energy. നമ്മളിപ്പോൾ ഗിബ്സ് എനർജി പറഞ്ഞല്ലോ, ഈ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനകത്തുള്ള ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ്. നെറ്റ് എനർജീൻ്റെ വാല്യൂ ആണ് ഡെൽറ്റ ജി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫ്രീ ആൻഡ് ഈസ് ദസ് എ മെഷർ ഓഫ് ദി ഫ്രീ എനർജി, അവിടുത്തെ ഫ്രീ എനർജിയുടെ മെഷർമെൻ്റ് എന്നും പറയാം ഡെൽറ്റ ജീനെ. ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഫ്രീ എനർജി ഓഫ് എ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ ജീനെ ഗിബ്സ് എനർജി എന്നും ഫ്രീ എനർജി എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതും ആദ്യം പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് പറഞ്ഞില്ലേ, ഈ രണ്ടും മാത്രമെങ്കിലും പഠിച്ചു വയ്ക്കുക. കണ്ടീഷൻസ് നോക്കിയാൽ, ഇഫ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, പൂജ്യത്തിനേക്കാളും ചെറുതാവുകയാണെങ്കിൽ ദ പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം, ദാറ്റ് മീൻസ് 0-നേക്കാളും ചെറുതായിരിക്കണം. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എപ്പോഴും ഡെൽറ്റ ജി പൂജ്യത്തിനേക്കാളും വലുത്, അതായത് പോസിറ്റീവ് ആയിരിക്കണം. ഇനി എൻട്രോപ്പിയും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സിലോട്ട് നമ്മൾ പോവുകയാണ്. Second law of thermodynamics explains why spontaneous exothermic reactions are so common. In exothermic reactions, heat released by the reaction increases
The disorder of the surroundings and overall entropy change is positive, which makes the reaction spontaneous. Okay, നമ്മൾ ഫസ്റ്റ് ലോ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. സെക്കൻഡ് ലോയിൽ പറയുന്നത് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ്. ഓക്കെ, ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവിടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സിൽ പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ലോയും പറയുന്നുണ്ട്, എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ അറ്റ് 0 കെൽവിൻ ഹാസ് 0 എൻട്രോപ്പി. ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ 0 കെൽവിനിലുള്ള പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ളതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോയിൽ എനർജി, നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജിയുടെ ബേസിലാണ് പറഞ്ഞു പോയത്. പിന്നെ സെക്കൻഡ് ലോ പറയുന്നത് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവിടെ എന്തായിരിക്കും, എൻട്രോപ്പി കൂടുതലായിരിക്കും അല്ലേ, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുന്നത്. പിന്നെ മൂന്നാമത്തെ ലോയിൽ നമ്മൾ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അവിടെ 0 എൻട്രോപ്പിയുടെ ബേസിൽ. ഇനി അബ്സല്യൂട്ട് എൻട്രോപ്പി ആൻഡ് തേർഡ് ലോ ഓഫ്, ഓക്കെ ഇതാ കിടക്കുന്നു തേർഡ് ലോ, ദ എൻട്രോപ്പി ഓഫ് എനി പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അപ്രോച്ചസ് 0 ആസ് ദി ടെമ്പറേച്ചർ അപ്രോച്ചസ് അബ്സല്യൂട്ട് 0. ദിസ് ഈസ് കോൾഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി തേർഡ് ലോ ലൈസ് ഇൻ ദി ഫാക്ട് ദാറ്റ്, തേർഡ് ലോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്, ഇറ്റ് പെർമിറ്റ്സ് ദ കാൽക്കുലേഷൻ ഓഫ് അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് എൻട്രോപ്പി ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഫ്രം തെർമൽ ഡേറ്റ അലോൺ. ഫോർ എ പ്യുവർ സബ്സ്റ്റൻസ് ദിസ് ക്യാൻ ബി ഡൺ ബൈ സമ്മിങ് Q റിവേഴ്സിബിൾ ബൈ T ഇൻക്രിമെൻറ്റ്സ് ഫ്രം 0 കെൽവിൻ ടു 298 കെൽവിൻ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വരത്തില്ല, നമുക്ക് മിക്കവാറും ഈ ഭാഗത്തു നിന്നൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ, +2 ലെവലല്ലേ എക്സാം. അപ്പോൾ മെയിനായിട്ട് ആ ലോസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി ഗിബ്സ് എനർജി ചേഞ്ചും ഇക്വിലിബ്രിയവും തമ്മിലുള്ള കാര്യം നോക്കാം. വി ഹാവ് സീൻ ഹൗ എ നോളജ് ഓഫ് ദി സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫ്രീ എനർജി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അലൗസ്. എങ്ങനെയൊക്കെയാണ്? പ്രഡിക്ഷൻ ഓഫ് ദി സ്പോണ്ടേനിറ്റി ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ, പ്രഡിക്ഷൻ ഓഫ് ദി യൂസ്ഫുൾ വർക്ക് ദാറ്റ് വുഡ് ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്. നമ്മൾ ഈ ഫ്രീ എനർജി ചേഞ്ച് ഒക്കെ ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു റിയാക്ഷനിൽ നിന്നുള്ള യൂസ്ഫുൾ, ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുള്ള യൂസ്ഫുൾ വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗിബ്സ് എനർജി ഫംഗ്ഷൻ വെച്ചിട്ട് പറയാം. ഇനി ഇവിടെ ഒരു പോയിന്റ്, ഫോർ സ്ട്രോങ്ലി എൻഡോതെർമിക് റിയാക്ഷൻസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ആർ എച്ച് മേ ബി ലാർജ് ആൻഡ് പോസിറ്റീവ്. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷൻസിൽ ഡെൽറ്റ ആർ, ഇത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ലാർജും ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്തായിരിക്കും, ഡെൽറ്റ ആർ എച്ച് എന്ന് പറഞ്ഞാൽ ലാർജും നെഗറ്റീവും ആണ്. പിന്നെ ഇത് ഡെൽറ്റ ജി ആർ ജി ആണെങ്കിൽ ലൈക്ലി ടു ബി ലാർജ് ആൻഡ് നെഗറ്റീവ് ടു. ഇവിടെ ഒരു ടേബിൾ പറയുന്നുണ്ട്, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി ഓഫ് റിയാക്ഷൻ. ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റും സ്പോണ്ടേനിയസ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലേറ്റ് ചെയ്തൊരു ടേബിളാണ് പറയുന്നത്. ഡെൽറ്റ ആർ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോൾ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റിയാക്ഷൻ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. പിന്നെ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ്. ലോ ടെമ്പറേച്ചറിൻ്റെ കേസിലാണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.